PMCയിൽ എന്തുകൊണ്ടാണ് എതിർപ്പ് ഉയരുന്നത്? വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരിക്കൽ കൂടി നമുക്കതൊന്ന് വിശദമായി പരിശോധിച്ചു വരാം. ദേശീയ വിദ്യാഭ്യാസ നയത്തോടുള്ള എതിർപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതിന്റെ ചുരുക്കപ്പേരാണ് ഈ PMC. ദേശീയ വിദ്യാഭ്യാസ നയത്തോടുള്ള എതിർപ്പാണ് ഈ PMC നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത്. ഈ PMC പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കുന്ന സ്കൂളുകളിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയവും കേന്ദ്ര സിലബസും നടപ്പിലാക്കേണ്ടി വന്നേക്കാം. സംസ്ഥാന സിലബസിൽ കേന്ദ്ര ഇടപെടലില്ലാതെ പദ്ധതി നടപ്പിലാക്കാനാണ് സർക്കാരിന്റെ നിലവിലെ ആലോചന. അത് പ്രായോഗികമാണോ എന്നതിൽ സംശയമുണ്ട്. NEP കാവ്യവൽക്കരണം എന്നതാണ് അതിനെ കുറിച്ചുണ്ടാകുന്ന ഏറ്റവും വലിയ വിശദീകരണം. അതായത് NEP വരുന്നതോടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അതിന്റെ ഉള്ളടക്കം കാവ്യവൽക്കരണമാണ് എന്നുള്ളതാണ് വിമർശനം. ആ വിമർശനം നമ്മൾ എവിടെ നിന്നാണ് കേട്ടത് എന്നത് ഓർക്കാമോ പ്രിയ പ്രേക്ഷകരെ? ആദ്യഘട്ടത്തിൽ അത് CPM-ന്റെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയും ഒക്കെ സമരമുദ്രാവാക്യമായിട്ടാണ് നമ്മൾ കേട്ടത്. പിന്നീട് അവർ അതിൽ നിന്ന് കടകം പറഞ്ഞു, ഇവിടെ PMCയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. പക്ഷേ വലിയ വിമർശനമുണ്ടായി, പ്രതിഷേധമുണ്ടായി. അവർ അതിൽ നിന്ന് പിന്മാറി. അവരത് ഒപ്പുവെക്കുകയും അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഈ പ്രശ്നം, അതായത് ഈ കാവ്യവൽക്കരണം എന്ന പ്രശ്നം കേട്ടത് UDF-ൽ നിന്ന്, ലീഗിൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന്. പക്ഷേ അവരും മാറിയിരിക്കുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള RSS നയങ്ങളുടെ ഭാഗമാണ് എന്നുള്ളതാണ് ഇത്രയും കാലം നമ്മൾ കേട്ട വിമർശനം. PMCയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ സംസ്ഥാന സിലബസിന് പകരം NCERT-യുടെ സിലബസ് അനുസരിച്ചാകും പഠനം നടത്തേണ്ടത്. RSS സങ്കല്പത്തിലുള്ള ദേശീയത അടിച്ചേൽപ്പിക്കുക, ഹിന്ദുത്വാശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നിവ ലക്ഷ്യമിടുന്നു എന്നതാണ് വിമർശനം. ഇനി അടുത്ത പ്രശ്നം എന്താണ്? രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് കേന്ദ്ര ബ്രാൻഡിങ്ങിനോടും വിയോജിപ്പുണ്ട് എന്നതാണ്. അതായത് ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന സ്കൂളുകളുടെ പേരിന് മുൻപായി PMC എന്ന് ചേർക്കേണ്ടി വരും. ഇതിനെ പ്രധാനമന്ത്രിയുടെ ചിത്രവും സ്കൂളിൽ സ്ഥാപിക്കണം. സംസ്ഥാനങ്ങളിൽ 40% ചെലവ് വഹിക്കുമ്പോഴും രാഷ്ട്രീയ ബ്രാൻഡിംഗ് നടത്തുന്നു എന്നതാണ് വിമർശനം. അതായത് ഇപ്പം നമ്മുടെ അടുത്തുള്ളൊരു സ്കൂള്, ഇപ്പം കാവുംപുറം GLP സ്കൂൾ എന്നുള്ളതാണെങ്കിൽ അത് PMC കാവുംപുറം GLP സ്കൂൾ എന്നതായി മാറുകയാണ്. സ്കൂളിന്റെ ഘടനയിൽ മാറ്റമുണ്ടാകും എന്നതാണ് മൂന്നാമത്തെ പ്രശ്നം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. എന്താണ് ഈ ഘടനാപരമായ മാറ്റം വരിക? സ്കൂളിന്റെ ഘടനയിൽ മാറ്റം ഉണ്ടാകുന്നതിനെതിരെയാണ് മറ്റൊരു വിമർശനം ഉണ്ടാകുന്നത്. കേന്ദ്ര നയം അനുസരിച്ച് പ്രീ സ്കൂൾ മുതൽ 2ാം ക്ലാസ് വരെയാണ് ആദ്യ ഘട്ടം, 3 മുതൽ 5ാം ക്ലാസ് വരെ 2ാം ഘട്ടവും, 6 മുതൽ 8 വരെ 3ാം ഘട്ടവും, 9 മുതൽ 12ാം ക്ലാസ് വരെ 4ാം ഘട്ടവുമാണ്. ഇത് കേരളം അംഗീകരിച്ച വിദ്യാഭ്യാസ നയവുമായി ചേർന്നു പോകുന്നതല്ല. ഇപ്പോഴത്തെ നമ്മുടെ LP, UP, ഹൈസ്കൂൾ, +2 തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാറി മറിയും. അതിന് വേറെ ഒരു തരം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1 മുതൽ 3 വരെ എന്ന നിലയ്ക്കൊക്കെ അത് മാറുകയും ചെയ്യും എന്നതാണ് പ്രശ്നം. ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് PMCയുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉയരുന്നത്. അതിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ല. ഇപ്പം 6 വയസ്സ് കഴിഞ്ഞാലാണ് 1ാം ക്ലാസ്സിൽ ചേർക്കുക. നമ്മുടെ നാട്ടിൽ അങ്ങനെ ആയിരുന്നില്ല. 5 വയസ്സിലൊക്കെ ചേർക്കുമായിരുന്നു. NEP വരുന്നതോടെ അത് മാറും. നമ്മൾ LP സ്കൂൾ എന്ന് പറയുന്നത് 4 വരെ ആയിരുന്നെങ്കിൽ അത് 3 വരെയാകും. അങ്ങനെ സ്കൂളുകളുടെ ഘടന മാറും. കാവ്യവൽക്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നം. ഇനി രാഷ്ട്രീയ ബ്രാൻഡിംഗ്, അതായത് 100 രൂപ ഈ PMC പദ്ധതിയുമായി മുടക്കുന്നുണ്ടെങ്കിൽ 60% കേന്ദ്രത്തിൻ്റെത്, 40% കേരളത്തിൻ്റെത് എന്നതാണ്. ഈ 40% പൈസ കേരളം മുടക്കുമ്പോഴും PMC സ്കൂൾ എന്നതായി മാറുകയും ചെയ്യും. ഇവിടെ നടക്കുന്ന മുഴുവൻ വികസന പ്രവർത്തനങ്ങളും കേന്ദ്രം കൊണ്ടുവന്നതാണ് എന്ന തരത്തിലൊരു പ്രതീതി ഉണ്ടാക്കും എന്നുള്ളതൊക്കെയാണ് രാഷ്ട്രീയമായ എതിർപ്പിന്റെ കാരണം.